മോർണിംഗ്. നമുക്കൊരു സ്റ്റോറി വായിക്കാം. സ്റ്റോറിയുടെ ഹെഡിങ് എന്താ അറിയോ? പകരത്തിന് പകരം. അത് പറഞ്ഞാൽ എന്താണ്? ഒരാൾ ചെയ്ത പിന്നീട് അതേപോലെ തിരിച്ചു കിട്ടുന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതിനുള്ളൊരു കഥയാണ് പറയാൻ പോണത്. ഈ കാട്ടില് ഒരു കൊച്ചിയും കുറുക്കനുണ്ടായിരുന്നു. അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സായിരുന്നു. നല്ല കൂട്ടുകൂടിയിട്ട് വീട്ടിലേക്ക് ക്ഷണിച്ചു. ആര്? കുറുക്കൻ വീട്ടിലേക്ക് കൊച്ചിയെ ക്ഷണിച്ചു. വിസ്മയ ഇവിടെ നോക്ക്, നോക്ക്. കുറുക്കൻ വീട്ടിലേക്ക് കൊച്ചി ക്ഷണിച്ചിട്ട് വീട്ടിൽ എന്താ സൽക്കാരം കൊടുത്തത്? നമ്മൾ ആഹാരമൊക്കെ കൊടുക്കില്ലേ മനുഷ്യന്മാർക്ക്? അതേപോലെ കുറുക്കൻ കഴിക്കുന്ന അതേ പാത്രത്തിൽ കൊക്കിന് ഭക്ഷണം കൊടുത്തു. കുറുക്കൻ എങ്ങനെ കഴിക്കുക? പാത്രത്തില് നക്കിട്ട് കഴിക്കുക, പരന്ന പാത്രത്തില്. കൊക്കൻ എങ്ങനെ ഭക്ഷണം കഴിക്കുക? നീളുള്ള പാത്രത്തില്. പോലെ ഒന്നും മീനിനൊക്കെ പിടിക്കുന്ന കണ്ടിട്ടില്ലേ കുളത്തില്? വിസ്മയ കണ്ടില്ലേ? ഭദ്ര കണ്ടില്ലേ? കൊക്കെങ്ങനെ കഴിക്കുക? കൊക്ക് മീനിനെ എങ്ങനെ കഴിക്കുക? നീളമില്ല കൊക്ക്. അപ്പോൾ കുളത്തിലൊക്കെ കൊത്തിക്കൊത്തിട്ടല്ലേ കഴിക്കുക. അപ്പോൾ പരന്ന പാത്രത്തിൽ വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരിക്കലും നക്കി കുടിക്കാൻ പാടില്ല, സാധിക്കില്ല. അതിന് കുറുക്കനെ അത് കഴിക്കാൻ പറ്റും. ഡോഗില്ലേ? ഡോഗിനെ പോലെ തന്നെയാണ് കുറുക്കൻ കഴിക്കുക. ആ പാത്രത്തില് കുറുക്കൻ നക്കി കഴിക്കുന്നത്. ഡോഗിനോ? കുറുക്കൻ കഴിക്കുന്നത് ഈ കൊച്ചി നോക്കി നിന്നു. കുറുക്കൻ സുഖമായി കഴിക്കാൻ പറ്റുമല്ലോ, പരന്ന പാത്രം നക്കിട്ടല്ലേ കഴിക്കുക. അതേപോലെ അത് കണ്ട് വിഷമിച്ചു. എന്താ? കൊക്ക് വിഷമിച്ച് നോക്കി നിന്നു. പിന്നീട് പിറ്റേ ദിവസം അതേപോലെ കൊക്ക് എന്താ ചെയ്തത്? കുറുക്കനെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് എന്താ ചെയ്തത്? നീളമുള്ള പാത്രത്തിൽ നീളമുള്ള കൊക്കുകൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക? കൊത്തിയിട്ടില്ല കഴിക്കുക. അപ്പോൾ കുറുക്കനെ കഴിക്കാൻ പറ്റാത്ത പോലത്തെ പാത്രത്തിൽ കൊക്ക് വീട്ടിൽ ക്ഷണിച്ചിട്ട് അതേപോലെ നീളത്തുള്ള 2 പാത്രത്തിൽ ഭക്ഷണം വെച്ചു. കൊക്കിനാണെങ്കിൽ കൊത്തി എടുത്ത് തിന്നാൻ പറ്റും, പക്ഷെ കുറുക്കന് കഴിക്കാൻ പറ്റില്ലല്ലോ. കുറുക്കൻ എങ്ങനെ കഴിക്കുക ഭക്ഷണം? എങ്ങനെ കഴിക്കുക? നക്കിയിട്ട്. വിസ്മയ എങ്ങനെ കുറുക്കൻ കഴിക്കുക ഭക്ഷണം? അപ്പൊ നീളമുള്ള പാത്രത്തിൽ കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് കണ്ടിട്ട് നീളമുള്ള പാത്രത്തില് എന്താ ചെയ്ത്? കൊക്ക് ഭക്ഷണം കഴിക്കാൻ നക്കാനറിയോ? എങ്ങനെ നക്കണം? നായ്ക്കുട്ടിയാണോ? അല്ലല്ലോ. നമ്മളെങ്ങനെയല്ലേ ഭക്ഷണം കഴിക്കുക? കൈകൊണ്ടല്ലേ. അപ്പോൾ ഈ കൊക്ക് കഴിക്കുന്നത് കുറുക്കൻ നോക്കി നിന്നു. കൊക്ക് കഴിക്കുന്നത് ഈ കുറുക്കൻ നോക്കിക്കൊണ്ട് നിന്നു. അതേപോലെ കുറുക്കൻ എന്താ ചെയ്തത്? ഫസ്റ്റ് ആദ്യം പരന്ന പാത്രത്തില് നക്കി കൊടുക്കാനല്ലേ കൊടുത്തത്. ഇവിടെ നോക്ക് വിസ്മയ. അതേപോലെ കുറുക്കൻ ചെയ്ത പോലെ തന്നെ കൊക്കും അതേപോലെ ചെയ്തു. എന്താണ് അതിന്റെ ഈ കഥന്റെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? ഒരാൾ ചെയ്തതിന്റെ തെറ്റ് മറ്റുള്ളവർക്ക് മറുപടി കിട്ടുന്നുള്ളതാണ്.